കുട്ടമംഗലം ഗ്രാമീണ വായനശാല വായനക്കളരി കുട്ടമംഗലം സെന്ററിനടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സാഹിത്യകാരനും വയലാർ അവാർഡ് ജേതാവുമായ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ വായനക്കളരി എന്ന് പറയുന്ന പ്രസ്ഥാനം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആരംഭിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഒരു ജനകീയ പ്രസ്ഥാനമാണ്. നമ്മുടെ വായനശാല എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മൂവ്മെൻ്റാണ്, ഒരു പ്രസ്ഥാനമാണ്, ഒരു ഗ്രന്ഥശാല പ്രസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിലേക്ക് ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വായനശാലകളിൽ നിന്ന് തെരഞ്ഞെടുപ്പൊക്കെ നടത്തി നമ്മുടെ ഗവൺമെൻറ്റുകൾ വലിയ തോതിൽ വലിയ പിന്തുണയാണ് വായനശാലകൾക്ക് നൽകുന്നത്. വാർത്തകൾ നമ്മുടെ ഡിഗ്രി പണത്തിൽ നിന്ന് വലിയൊരു സംഖ്യ പുസ്തകങ്ങൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ ലൈബ്രറി കെട്ടിടങ്ങൾ പണിയാനും ലൈബ്രറിമാർക്ക് ശമ്പളം ചെറിയ ശമ്പളമാണെങ്കിൽ അത് കൊടുക്കാനും ഒക്കെ വേണ്ടി നീക്കിവെക്കുന്നുണ്ട്. അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്നുണ്ടല്ലോ, അവരറിയാം. പ്രസിഡന്റ് ബാപ്പു വലപ്പാട് അധ്യക്ഷനായി. സെക്രട്ടറി ജാൻസി ജേക്കബ്, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം PN ദേവി പ്രസാദ്, KK കൊച്ചുമോൻ, എഴുത്തുകാരി സജന ഷാജഹാൻ, വൈസ് പ്രസിഡന്റ് ബുഷറ സലീം എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ ബേബി ഷസ പർവീൻ മോണോ ആക്ടും സംഗീത കൃഷ്ണൻ ഗാനവും ആലപിച്ചു. തുടർന്ന് കുട്ടികളുടെ വായന ചിത്രരചന മത്സരങ്ങൾ നടന്നു.